കാവോടി മുറുന്നത് കാവടി എന്ന് പറഞ്ഞില്ല കവടി അങ്ങനെ പറയുമ്പോൾ കൊല തൂക്കുന്ന കാവടി മുറുകാൻ ചോമ്പാൽ മൈതാനം ആദ്യം പോലെയാണ് നമ്മുടെ മുരളി എങ്ങോട്ട് പോകണം. ഇപ്പൊ ഒരു ചെറിയ വിദ്യ കണ്ടുപിടിക്കുന്നത് ലീഗിന്റെ രണ്ട് ചീത്ത പറഞ്ഞാൽ ചിലരെന്ത് വരുത്തും നായന്മാരെ സീറ്റ് കിട്ടും. നായന്മാരെ ഹൃദയത്തിൽ കയറി കൂടാൻ കൂടിക്കോ എങ്ങനെയെങ്കിലും മുരളിയേട്ടാ ഒന്നായി കയറി കൂടിക്കോ എന്നിട്ട് മുന്നണി തുടർന്നോ ലീഗിനെ കൊണ്ട് ഇങ്ങനത്തെ എന്തോ ഗുണം കിട്ടുമെങ്കിൽ ഞങ്ങൾക്ക് നല്ല സന്തോഷമാണ് കേട്ടോ. അവിടുത്തെ നായന്മാർ തിരുവനന്തപുരത്ത് നായന്മാർ തന്നെ ആയിരിക്കണം. ശശി തരൂർ നായർ അത് ഡൽഹി നായരാണ്. ഈറ്റാ പിരാന്ത് നമുക്കില്ല. ഈറ്റാ പിരാന്ത് മുസ്ലിം ലീഗിനൊക്കെ ഇല്ല. അങ്ങനെ മുസ്ലിം ലീഗില്ല. ഡൽഹി മുസ്ലിം വേറെ, കേരളത്തിലെ മുസ്ലിം വേറെ. നമ്മളെ പെരുന്ന ഈ പറഞ്ഞ സുകുമാരൻ നായർ അയാൾ കോൺഗ്രസ് ഒന്നല്ല. അയാൾ ഞങ്ങൾ ബി ജെ പിന്റെ സ്വന്തം. അയാൾ അന്നേ ഈ യു ഡി എഫിനില്ല. അയാളാ പറഞ്ഞത് അത് ശശി തരൂർ എന്ന ഡൽഹി നായരാണ്, ഇവിടുത്തെ നായരല്ല. ഞങ്ങൾ മുരളിയെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് മുരളിക്ക് ലീഗിനെ കൊണ്ട് കുറ്റം പറഞ്ഞിട്ട് ഈ രാജ്യത്തെ നായർ സമുദായത്തിന്റെ ഹൃദയത്തിൽ കയറിക്കൂടി വട്ടിയൂർക്കാവിൽ ഈ മത്സരിച്ചാൽ ജയിക്കുമെങ്കിൽ ജയിച്ചുകൊള്ളൂ. പക്ഷെ മുരളിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അവിടെയും മുസ്ലിം ലീഗുണ്ട് എന്ന് മനസ്സിലാക്കാം എന്ന് മാത്രം. വട്ടിയൂർക്കാവ് ഭീമാപ്പള്ളിയൊക്കെ വട്ടിയൂർക്കാവ് ഞാൻ രണ്ടുപേരും തിരുവനന്തപുരത്ത് പഠിച്ചതാണ്. എനിക്കറിയാം ഏതായാലും മുസ്ലിം ലീഗുണ്ട്, ഏതായാലും മുസ്ലിം ലീഗാണ്. അതൊരു തരണം എന്നതേ കണ്ട. സ്വന്തം അച്ഛനോട് പടപരിഞ്ഞിട്ട് കളിച്ചാൽ ആ കളി മുസ്ലിം ലീഗുമാകുമ്പോൾ ചിലപ്പോൾ തന്നെ നിങ്ങൾക്ക് ഭരിക്കില്ല എന്ന് പ്രതികാരി കഴിക്കാൻ ഞങ്ങൾ സാധ്യമല്ല. ഞങ്ങൾ ക്ഷമിക്കും, പക്ഷേ ഇവരോടൊന്നും ക്ഷമിക്കാൻ സാധ്യമല്ല. മനസ്സിലായി? അരേഴ് മുഹമ്മദ് ജീവിച്ചിരിക്കുന്ന മുസ്ലിം ലീഗ് നേതാക്കന്മാര് മരിച്ചുപോയ പൂർവികന്മാർ വന്നാലും ഇവിടെ കോൺഗ്രസിനെ നശിപ്പിക്കാൻ കഴിയില്ല. അതിന്റെ അർത്ഥം ആര്യാടൻ മാത്രമേ കോൺഗ്രസ് നശിപ്പിക്കാനാവുള്ളൂ. ലീഗ് കോൺഗ്രസ് നശിക്കണമെന്ന് പറയുന്നത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇവർ നിലനിൽക്കാൻ എന്ന് ആഗ്രഹിക്കുന്ന ഈ ജനാധിപത്യ പാർട്ടിയാണ്.